most glorious Prince of the heavenly armies, Saint Michael the Archangel, defend us in our battle against principalities and powers, against the rule of this world of darkness, against the spirit of wickedness in the high places. നാരകീയ ശക്തികളുടെ അന്തകനായ മിഖായേൽ മാലാഖയുടെ നാമം കേട്ടപ്പോഴേ അവന്റെ പരാക്രമങ്ങൾ കൂടി വന്നു. അവന്റെ കണ്ണിലെ കൃഷ്ണമണി മുകളിലേക്ക് മറിഞ്ഞ് അവിടെ വെളുത്ത നിറം മാത്രമായി. മുഖം വിളറി വെളുത്ത് ഞരമ്പുകൾ തെളിഞ്ഞ് വികൃതമായി. ബെഞ്ചമിൻ വികൃതമായ ശബ്ദത്തിൽ പ്രാണവേദനയോടെ അലറിക്കരയാൻ തുടങ്ങി. അച്ഛൻ അടുത്ത വരി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവൻ അലറിക്കരഞ്ഞുകൊണ്ട് തോൽവി സമ്മതിച്ചു. ഫാദർ, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. എന്നെ ഉപദ്രവിക്കരുത്. അങ്ങോട് പൊരുതി ജയിക്കാൻ ഞാൻ ആളല്ല. എന്നെ വിട്ടയക്കണം. അവന്റെ തനി സ്വരൂപം പുറത്തു വരുമെന്ന സ്ഥിതിയിൽ കിതച്ചുകൊണ്ട് ബെഞ്ചമിൻ ദയനീയമായി അപേക്ഷിച്ചു. ഫാദർ സ്റ്റീഫന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. നിന്നെ വിട്ടയക്കും, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം. അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉറച്ച സ്വരത്തോടെ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു. ബെഞ്ചമിൻ പ്രതികരിച്ചില്ല. ആരാണ് നീ? ഫാദർ സ്റ്റീഫൻ ചോദിച്ചു. വലഫർ, വികൃതമായ ശബ്ദത്തോടെ ബെഞ്ചമിൻ പറഞ്ഞു. അതോടൊപ്പം പള്ളിയിൽ ആകെ തെളിഞ്ഞിരുന്ന ആ 3 ട്യൂബ് ലൈറ്റുകളും മിന്നിക്കത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു തുടങ്ങി. പക്ഷേ കണ്ണിലും മനസ്സിലും ഭയത്തിന്റെ അംശം പോലുമില്ലാതെ ബെഞ്ചമിന് മുന്നിൽ നിന്നുകൊണ്ട് ഫാദർ സ്റ്റീഫൻ തുടർന്നു. വലഫർ, ദ ഗ്രേറ്റ് ഡ്യൂക്ക് ഓഫ് ഹെൽ, കമാൻഡർ ഓഫ് 10 ഡീമോൺ ലീജിയൻസ്. പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞ് അച്ഛൻ്റെ മുഖഭാവം മാറി. സർവശക്തനായ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ഞാൻ നിനക്കൊരവസരം തരുന്നു. നിന്റെ യജമാനനെ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയാൽ നിന്നെ ഞാൻ വിട്ടേക്കാം. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്റെ അധികാരം തടഞ്ഞ് നിന്നെ ഞാൻ നശിപ്പിക്കും. ഫാദർ സ്റ്റീഫൻ വല്ലാത്തൊരു അധികാരഭാവത്തോടെ അത് പറയുന്നതും അത് കേട്ട് ബെഞ്ചമിൻ ഭയന്നു വിറക്കുന്നതും ബാക്കിയുള്ളവർ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പക്ഷേ ഭയന്നതല്ലാതെ അവൻ പ്രതികരിച്ചില്ല. അച്ഛൻ വീണ്ടും കണ്ണുകളടച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന കുരിശ് അവന് നേരെ നീട്ടിയതും തീപ്പൊള്ളലേറ്റതുപോലെ അവൻ ഒച്ച വെക്കാൻ തുടങ്ങി.